മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 27-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യം. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൻ്റെ യാതൊന്നുമായിരിക്കരുത്. നമ്മുടെ പ്രത്യാശയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അവരിൽ പ്രത്യാശയർപ്പിച്ച്, കർത്താവിൻ്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിച്ച് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തകർച്ചകളും ദുരിതങ്ങളെല്ലാം ഉണ്ടായാലും ഇതിൻ്റെ എല്ലാം നടുവിൽ ആനന്ദത്തോടെ ജീവിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പല ദുഃഖങ്ങൾക്കും വേദനകൾക്കും പലരും ശാരീരിക രോഗികൾ വരെ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം വിവിധങ്ങളായ ആകുലതകളാണ്, നിരാശയുടെ അനുഭവങ്ങളാണ്. നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ കുടുംബങ്ങളിലെ ആനന്ദത്തെ കെടുത്തിക്കളയുന്ന സകല പ്രശ്നങ്ങളെയും, നമ്മുടെ മുൻപിലുള്ള എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. പരിശുദ്ധാത്മ ഇടപെടുന്ന മണിക്കൂറുകളാണ്. ഈ തിരിച്ചറിവോടെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ സ്വരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, വേദനിച്ചിരിക്കുന്ന തകർന്നിരിക്കുന്ന ആകുലതയോടെ ജീവിക്കുന്ന പതിനായിരങ്ങളിൽ സ്വർഗീയ തീയായി ഇറങ്ങി വന്ന് അവരഭിഷേകം ചെയ്യണമേ. സകല ബന്ധന കെട്ടുകളെയും പൊട്ടിച്ചു കളയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ. കരഘോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ അനേകരിലേക്ക് ഒഴുകപ്പെടുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുകയാണ്. സ്വർഗം പകരുന്ന ഈ നവമായ അഭിഷേകം സ്വന്തമാക്കി എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്യണമേ. കരമടിച്ചു പാടുന്നു. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ഇത് കർത്താവിന്റെ ചോദ്യമാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ ഗ്ലോറി ഗ്ലോറി. വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ കർത്താവിന്റെ പരിപാലനയിൽ വിശ്വസിച്ച് ആർത്തുപാടാം നമുക്ക്. പറവകളെ പോറ്റും കരുണാമയ
വത്സലതാതൻ പാലകനായി. കർത്താവ് ഞങ്ങളെ ഏറ്റുപറയുന്നു, അങ്ങ് ഞങ്ങളെ കരുതുന്നവനാണ്, ഞങ്ങളെ പരിപാലിക്കുന്നവനാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാൻ ആവുമോ നരനുലകിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല കെട്ടുകളെയും പൊട്ടിക്കണമേ. ആകുലതയുടെ ബന്ധം അടിക്കണമേ. ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ഈശോയേ, ഈശോയേ, ഇരു കരങ്ങളും ഉയർത്തി യേശു നാമത്തിന്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് ദൈവമക്കളെ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നേരെ അവിടുത്തെ ശക്തിയുടെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകൾ അടിയട്ടെ, ശാപമുഖങ്ങൾ ഒടിയട്ടെ, പൈശാചിക അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടട്ടെ. എല്ലാവിധ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും അന്ധകാര പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇടിമിന്നൽ പോലെ ജനലക്ഷങ്ങളിലേക്ക് വ്യാപരിക്കണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. എപ്പോഴും കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കാൻ, പ്രതിസന്ധികളിൽ, ഞെരുക്കങ്ങളിൽ, കഷ്ടതകളിൽ കർത്താവിൽ ഹൃദയമുറപ്പിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ ഉണർത്തണമേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. സമർപ്പിത സമൂഹങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദേശാന്തരങ്ങളെ ദൈവവചനത്താൽ കൂടുതലായി നവീകരിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ആശീർവദിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ് ലോർഡ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. ഹോളി സ്പിരിറ്റ്, സ്പീക്ക് ടു us, സ്പീക്ക് ടു us. ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധമേ, വചനത്തിന്റെ അമ്മേ, രക്ഷയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും ജോലി തിരക്കുകളൊക്കെ അല്പസമയം മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നിങ്ങൾ അടയാളപ്പെടുത്തി കൂടുതൽ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവൻ ദൈവ കരങ്ങളിലാണ്. മനുഷ്യ ജീവൻ ദൈവ കരങ്ങളിലാണ്. ഇന്ന് അനേകം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്നുള്ള ചില മരണ വാർത്തകൾ കേൾക്കാറുണ്ട്. ഇന്ന വ്യക്തി ഹാർട്ട് അറ്റാക്കായി മരിച്ചു, പെട്ടെന്ന് പ്രഷർ തലയ്ക്കടിച്ചു, ബ്ലഡ് ക്ലോട്ടായി ആ വ്യക്തി മരിച്ചുപോയി, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചുപോയി. ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇത് അനേകരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങളും അസ്വസ്ഥതകളും ആദികളും ഇന്ന് ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ കേൾക്കുന്ന ഈ മരണ വാർത്തകളൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്താറുണ്ടോ? ഒരു മരണഭീതിയിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, ഇനി അധികം നാള് എനിക്ക് ഈ ലോകത്തിൽ ജീവിതമില്ല എന്നാ തോന്നണേ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും. ഇങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകളിൽ ഇന്ന് ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. കർത്താവിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മനുഷ്യ ജീവൻ മനുഷ്യന്റെ കരങ്ങളിലല്ല, അത് സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിലാണ്. സക്രിയ പ്രവചനം 12-ാം അധ്യായം 1-ാം തിരുവാക്യം. അരുളപ്പാട്
ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിന്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യൻ തന്നെ ഉണ്ടായതല്ല. മനുഷ്യന്റെ ജീവൻ, അതിന്റെ സോഴ്സ് ദൈവമായ കർത്താവാണ്. കർത്താവിന്റെ കരങ്ങളിലാണ് മനുഷ്യന്റെ ജീവൻ ഇരിക്കുന്നത്. മനുഷ്യൻ എങ്ങനെയാ ജീവനുള്ളതായി തീർന്നത്? തന്റെ പ്രാണൻ, തന്റെ ആത്മാവിനെ കർത്താവ് മനുഷ്യനിൽ നിവേശിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ തിരുവാക്യം. ദൈവമായ കർത്താവ് അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മനോഹരമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം തിരുവാക്യം, കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവശ്വാസം അവന്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. എന്തൊരു വചനമാണിത്! മനുഷ്യൻ എങ്ങനെയാണ് ജീവനുള്ളതായി തീർന്നത്? ജീവശ്വാസം മനുഷ്യന്റെ നാസാന്തരങ്ങളിലേക്ക് കർത്താവ് നിവേശിപ്പിക്കുകയാണ്. ഇതിലൂടെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഈ വചനങ്ങൾ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? മനുഷ്യ ജീവൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവൻ കർത്താവിന്റെ കരങ്ങളിലാണെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? പെട്ടെന്നുള്ള മരണങ്ങൾ കേൾക്കുമ്പോൾ, അപകട മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് പലരും പെട്ടെന്ന് അങ്ങ് ഡിപ്രസ്ഡ് ആവുകയാണ്, അപ്സെറ്റായി പോവുകയാണ്. ഈ അടുത്ത നാളുകളിൽ ഈ വചന സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള കാരണം, പെട്ടെന്ന് ചില മരണങ്ങൾ ഉണ്ടായത് മൂലം പല വ്യക്തികൾ അസ്വസ്ഥപ്പെട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. ബ്രദറെ, എൻ്റെ കാര്യം എന്താകും? ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ? എനിക്ക് വല്ലാത്ത ടെൻഷൻ വരുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? എൻ്റെ മക്കളെ ആര് നോക്കും? ഞാൻ വല്ലാത്തൊരു ദുരിതത്തിലാണ്, പ്ലീസ് എന്നെ സഹായിക്കണം എന്ന് വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുവാൻ പറയുന്ന പലരെയും ഈ അടുത്ത നാളിൽ കണ്ടുമുട്ടുകയുണ്ടായി. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മനുഷ്യ ജീവൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവാക്യം നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ട വചനമാണിത്. നീതിമാന്മാരുടെ ആത്മാവ് കർത്താവിന്റെ കരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവർ കേൾക്കുകയില്ല. ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം അവനോടുള്ള വിശ്വസ്തയിൽ ജീവിക്കുന്നുവോ, അവരുടെ എല്ലാം ആത്മാവ് കർത്താവിന്റെ കരങ്ങളിലാണ്. അവർക്കൊരു ഉപദ്രവം വരുവാൻ ദൈവമായ കർത്താവ് അനുവദിക്കുകയില്ല. ഒരു ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യം നമുക്കില്ല. കർത്താവിൽ നമ്മൾ സുരക്ഷിതരാണ്. നമ്മുടെ ഭാഗധേയം കർത്താവിന്റെ കരങ്ങളിലാണ്. ദാനിയേൽ പ്രവചനം 5:23 എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്. നിങ്ങൾ ഈ വചനം ബൈഹാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഭാരപ്പെട്ട് ഭയപ്പെട്ട് അസ്വസ്ഥതയോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്കുള്ള കർത്താവിന്റെ ആലോചനയാണ്. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? മനുഷ്യന്റെ ജീവൻ കർത്താവിന്റെ കരങ്ങളിലാണ്. അവിടുന്നാണ് അതിനെ നിയന്ത്രിക്കുന്നത്. മനുഷ്യന്റെ ജീവനെ നിയന്ത്രിക്കുന്നത് ആരാ? ഈ ലോകത്തിലുള്ള സയന്റിസ്റ്റുകളോ ഡോക്ടേഴ്സോ നഴ്സുമാരോ മറ്റുള്ള ആരുമല്ല. മനുഷ്യനെ സൃഷ്ടിച്ച, അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയ ദൈവമായ കർത്താവാണ് മനുഷ്യന്റെ ജീവനെ നിയന്ത്രിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവനെ നിയന്ത്രിക്കുന്നത് കർത്താവിന്റെ കരങ്ങളാണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഇതിനാ ഭയപ്പെടുന്നത്, നമ്മൾ ഇതിന് അസ്വസ്ഥരാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ പൂർണ്ണമായി ഹൃദയമുറപ്പിക്കാൻ നമുക്ക് കഴിയുമോ എങ്കിൽ നമ്മുടെ ചിന്തകൾ അതിലംഘിക്കുന്ന കർത്താവിന്റെ സമാധാനം
നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകും. മരണഭീതി നമുക്ക് ആർക്കും വേണ്ട. ഹെബ്രായ പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എന്തിനാണ് കർത്താവായ ഈശോ നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗവാക്കായി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? 15-ാം വചനം പറയുകയാണ്, അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്തിലൂടെ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. കർത്താവായ ഈശോ തന്റെ മരണത്തിലൂടെ മരണത്തിന് അധികാരിയായി പിശാചിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? ജീവിതകാലം മുഴുവൻ മരണഭീതിയിൽ കഴിയുന്നവരെ നിത്യമായി രക്ഷിക്കുവാൻ വേണ്ടി. അപ്പൊ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവൻ സുരക്ഷിതമാണ്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകൾ എല്ലാം സുരക്ഷിതമാണ്. ഇതിനു വേണ്ടിയാണ് ഈശോ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചത്. മാർക്കോസിന്റെ സുവിശേഷം 5:36 അവിടെ തന്റെ മരിച്ചുപോയ മകളെ ഓർത്ത് വേദനയോടെ കരയുന്ന ജൈറോസിനെ നോക്കി കർത്താവ് പറയുന്നൊരു വാക്ക്. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്, ഇതൊരു പ്രവചന ദൂതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയാണിത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ സഹോദര സഹോദരി, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങള് എത്രമാത്രം വലുതാകട്ടെ, നമ്മുടെ മുൻപിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിബന്ധങ്ങള്, തകർച്ചകള്, ദുരിതങ്ങള് എത്രമാത്രം ഉയർന്നതാകട്ടെ, അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു. 2 വ്യക്തികളുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജ് കൂടുതൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. മനുഷ്യ ജീവൻ ദൈവകരങ്ങളിലാണ്. രാജാവായ ഹെസക്കിയ, യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1-ാം വചനത്തിൽ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹെസക്കിയ രാജാവ് രോഗബാധിതനായി, അവൻ മരണത്തോട് അടുത്ത് കിടക്കുകയാണ്. പ്രവാചകന് യെശയ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യെശയ്യാ ഹെസക്കിയുടെ അടുത്ത് നിന്ന് പറയും, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരിക്കും, നീ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ക്രമപ്പെടുത്തുക. നീ സുഖപ്പെടുകയില്ല, നീ മരിക്കുമെന്നുള്ള കർത്താവിന്റെ ആലോചന പ്രവാചകനായ യെശയ്യായിലൂടെ രാജാവായ ഹെസക്കിയ കേട്ട് കഴിഞ്ഞപ്പോൾ 2-3 തിരുവാക്യങ്ങള് അവൻ ചുമരിന് നേരെ പുറം തിരിഞ്ഞു കിടന്ന് ഹൃദയനുറുക്കത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവേ, ഈ ദാസനെ നീ ഓർക്കണമേ. ഞാൻ നിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ വ്യാപരിച്ചുവല്ലോ. കർത്താവേ, നീ എന്റെ വേദനയെ കാണണമേ എന്ന് പറഞ്ഞ് ഹെസക്കിയ നിലവിളിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? യെശയ്യാ പ്രവചനം 38:4 വീണ്ടും പ്രവാചകനായ യെശയ്യായ്ക്ക് കർത്താവിന്റെ ആലോചന ലഭിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് പറയും, നീ രാജാവായ ഹെസക്കിയുടെ അടുത്ത് ചെന്ന് പറയുക, ഞാൻ അവന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ അവന്റെ കണ്ണുനീർ ദർശിച്ചിരിക്കുന്നു, അവന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിച്ചിരിക്കുന്നു. നീ മരിക്കുമെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞതാ. എന്നാൽ അവന്റെ ഹൃദയനുറുക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥന കർത്താവിന്റെ മനസ്സലിയുകയാണ്. എന്താണ് ഈ വചനം നമുക്ക് തരുന്ന മെസ്സേജ്? എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവൻ ഈ ലോകത്തിൽ ആരുടെയും കരങ്ങളിലല്ല. കർത്താവാണത് നിയന്ത്രിക്കുന്നത്. അത് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുന്നത് ആരാണ്? ദൈവമായ കർത്താവാണ്. ഹെസക്കിയ രാജാവിന്റെ ജീവനെ കർത്താവ് നിയന്ത്രിക്കുകയാണ്. പുതിയ നിയമത്തിലൂടെ നമുക്ക് വരാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 40-41 തിരുവാക്യങ്ങളിൽ അവിടെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പത്രോസ് സഭാ സന്ദർശനത്തിനായി യോപ്പയിലെത്തുകയാണ്. അവൻ യോപ്പ പട്ടണത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ തബീത്ത എന്ന് പറയുന്ന ഒരു ശിഷ്യയുണ്ടായിരുന്നു. എന്നാൽ മാരകമായ രോഗം പിടിപെട്ട് തബീത്ത മരിച്ചു പോവുകയാണ്.
അവളെ ചൊല്ലി വിശ്വാസികൾ ഭാവിട്ട് കരയുകയാണ്. നല്ല ഒരു പ്രേക്ഷിതയായിരുന്നു. തബീത്ത മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് വിശ്വാസികള് പത്രോസ്ലീഹായെ കൂട്ടി ചെല്ലുകയാണ്. മരിച്ചു കിടക്കുന്ന തബീത്തയെ നോക്കിക്കൊണ്ട് അപ്പോസ്തലൻ പത്രോസ് പറയും, തബീത നീ എഴുന്നേൽക്ക്. കരം കൊടുക്കുകയാണ്. പെട്ടെന്ന് അവൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് അവളെ ജീവനിലേക്ക് നയിക്കുകയാണ്. തബീത്ത കണ്ണു തുറന്നു. അവൾ എഴുന്നേറ്റിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും കർത്താവ് അവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം? മനുഷ്യ ജീവൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. പെട്ടെന്നുള്ള മരണങ്ങൾ കേൾക്കുമ്പോൾ, ചിലപ്പോൾ പെട്ടെന്നുള്ള അപകട മരണങ്ങളാകാം. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി മരണഭയത്തിൽപ്പെട്ട് ജീവിതം നിരാശയോടെ തള്ളി നീക്കരുത്. ഈ വചനങ്ങളിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കണം. തബീത എഴുന്നേറ്റിരിക്കുകയാണ്. അവളെ കൈക്ക് പിടിച്ച് വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ അവളെ പത്രോസ് കൊണ്ടുവരികയാണ്. അവളെ കണ്ട മാത്രയില് അവിടെയുള്ള ദൈവജനം മുഴുവൻ ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. 42-ാം വചനത്തിൽ പറയുന്നു, ഈ അത്ഭുത പ്രവൃത്തി കണ്ട് അനേകർ കർത്താവായ ഈശോയിൽ വിശ്വസിച്ചു, പാപജീവിതം വിട്ടുകളഞ്ഞു. അവിടെ കൂട്ടമാനസാന്തരങ്ങൾ ഉണ്ടായി. അനേകം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുകയാണ്. അങ്ങനെ ആ പട്ടണത്തിൽ അതിശക്തമായ ആത്മാവിന് ഉണർവുണ്ടാവുകയാണ്. ഹെസക്കിയയുടെ ജീവിതത്തിലൂടെയും തബീതയുടെ ജീവിതത്തിലൂടെയും പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? മനുഷ്യ ജീവൻ നിയന്ത്രിക്കുന്നത് ദൈവമായ കർത്താവാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലാണ്. ഈ സത്യം മനസ്സിലാക്കി പ്രത്യാശയോടെ ജീവിക്കുക. ഇത് ആദിമ സഭയിലെ മാത്രം ഒരു അനുഭവമല്ല. ഈ നാളുകളും ഇതുപോലെ ലോകത്തിന് പല ദിക്കുകളിലും മരണപ്പെട്ടു പോയ അനേകരെ കർത്താവ് ജീവനിലേക്ക് നയിക്കുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. വെച്ചുകെട്ടി പറയല്ല, നിങ്ങളെ ഒന്ന് ഇമോഷനാക്കാൻ പറയുന്നതല്ല. ലോകത്തിന്റെ പല ദിക്കുകളിലും അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മ ഇടപെടുന്നുണ്ട്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ട്. 14 വർഷങ്ങൾക്ക് മുമ്പ് 2004 ആഫ്രിക്കയിൽ അദ്ദേഹം കാറാപകടത്തിൽ മരിച്ചു പോയതാണ്. എംബാം ചെയ്ത ബോഡി നമ്മൾ പലരും അത് കേട്ട് കാണാം. എന്നാൽ തന്റെ ഭാര്യയുടെ വിശ്വാസം മൂലം എംബാം ചെയ്ത ശരീരമാണെന്ന് ആലോചിക്കണം. മരിച്ചുപോയ ആ ശരീരത്തെ കർത്താവ് ജീവനിലേക്ക് നയിച്ചു. ആ ഗ്രാമം മുഴുവൻ കർത്താവിലേക്ക് തിരിയുകയാണ്. 10,000 കർത്താവായ യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഈ ഒരു സംഭവം ഇടവരുത്തുകയാണ്. ഇതുപോലെയുള്ള അനേകം അത്ഭുതങ്ങൾ, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ലോകത്തിന്റെ പല ദിക്കുകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വാക്കുകളിൽ ഹൃദയമുറപ്പിക്കുക. മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ ദുഃഖങ്ങള്, അനാവശ്യമായ മരണഭീതികളെല്ലാം വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മം നിറയപ്പെടുവാനുള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം. മനുഷ്യ ജീവൻ ദൈവകരങ്ങളിലാണെന്നുള്ള ആ വലിയ വെളിപാട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് സകല ആശങ്കകളും സകല ദുഃഖങ്ങളും സകല വേദനകളും വിട്ടുകളഞ്ഞ് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുക. എല്ലാവരും മുട്ടുകുത്തി നിന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മ നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അനാവശ്യമായ മരണഭയത്തിന്റെ കെട്ടുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ആ കുരുക്ക് പൊട്ടിച്ച് അവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്, യഥാർത്ഥ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ. ആനന്ദത്തോടെ ജീവിക്കാൻ, പ്രത്യാശയോടെ ജീവിക്കാൻ, അനാവശ്യമായ മരണഭയത്തിൽ നിന്ന്, മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പെട്ടെന്നുള്ള മരണവാർത്തകൾ കേൾക്കുമ്പോൾ അപ്സെറ്റായി ഡിപ്രസ്ഡായി പോകാതെ പ്രത്യാശയോടെ നോക്കിക്കാണാൻ, ഞങ്ങളുടെ ശാശ്വതമായ ഭവനം ഈ ലോകമല്ല, അത് നിത്യജീവനാണെന്നുള്ള സത്യം മനസ്സിലാക്കി ജീവിക്കാൻ കർത്താവേ പരിശുദ്ധാത്മാവിനെ നൽകണമേ. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ വരിക 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 വരിക. അനേകരെ അഭിഷേകം ചെയ്യണമേ,
പാപ കെട്ടുകളെ പൊട്ടിക്കണമേ, രോഗമുഖങ്ങൾ ഒടിക്കണമേ. മരണ ഭയത്തിൽ കഴിയുന്ന ആയിരങ്ങളെ പരിശുദ്ധാത്മാവേ, മരണ ഭീതി വിമോചിപ്പിക്കണമേ. പെട്ടെന്നുള്ള മരണവാർത്തകൾ കേൾക്കുമ്പോൾ, അപകട മരണവാർത്തകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന, അത് വലിയ ഭയത്തിലേക്ക് നയിക്കുന്ന, നിരാശയിലേക്ക് നയിക്കുന്ന ഓരോ ജീവിതത്തെയും പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപക്കെട്ടുകള്, ശാപക്കെട്ടുകൾ അഴിയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഫിൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങ് അഭിഷേകം ചെയ്തതിനായി, അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ചതിനായി, മരണഭയത്തിൽ നിന്ന്, പെട്ടെന്നുള്ള മരണവാർത്തകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന, നിരാശയിലേക്ക് നയിക്കപ്പെടുന്ന അനേകം ജീവിതങ്ങളെ പരിശുദ്ധാത്മാവെ വിമോചിപ്പിച്ച സ്നേഹത്തെ ഓർത്ത് നന്ദി. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് നൽകിയ ഈ ആലോചനകളെ സ്വന്തമാക്കി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി പടരേണമേ. പരമപരിശുദ്ധനായ ദൈവമേ, ദിവ്യകാരുണ്യമായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ഞങ്ങൾ വിശുദ്ധീകരിക്കുവാനുമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് വിശ്വാസത്തോടെ നോക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു, മനുഷ്യ ജീവൻ ദൈവകരങ്ങളിലാണ്. ഇന്ന് അനേകരെ മരണഭയത്തോടെ ജീവിക്കുകയാണ്. ജീവിതത്തിന് ആനന്ദം നഷ്ടപ്പെടുത്തി, സമാധാനമില്ലാതെ വളരെ ഹൃദയഭാരത്തോടെ ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എല്ലാവിധ മരണഭയത്തിൽ നിന്നും ഈശോ നമ്മെ വിമോചിപ്പിക്കുന്ന സമയം. ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്രമാത്രം വലിയ പ്രതിസന്ധിയിലാണെങ്കിലും നമ്മുടെ ജീവനെ നിയന്ത്രിക്കുന്നത് മനുഷ്യരല്ല, ഈ ലോകത്തിന്റെ ഒരു സംവിധാനവുമല്ല. ഈ ജീവിതം നമുക്ക് തന്ന ദൈവമായ കർത്താവ് തന്നെയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മനോഹാരിത, നമ്മൾ ജീവിതത്തിൽ ആനന്ദം അനുഭവിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കൃപയ്ക്ക് വേണ്ടി ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ നാമം വിളിക്കുകയാണ്. എല്ലാ പൈശാചിക കെട്ടുകളും അഴിയട്ടെ, എല്ലാ നാരികീയ ബന്ധനങ്ങളും തകരട്ടെ, എല്ലാ സാത്താൻ കോട്ടകളും തച്ചുടയപ്പെടട്ടെ. കരമുയർത്തി പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദം, പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയിൽ നമ്മളെല്ലാം നിറയുവാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആനന്ദത്തോടെ ജീവിക്കാൻ, പ്രത്യാശയോടെ ജീവിക്കാൻ, സ്നേഹത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, എല്ലാവിധ വേദനകളിലേക്കും കർത്താവേ കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കരുണയ്ക്കായി, ഞങ്ങൾ അഭിഷേകം ചെയ്യുന്ന വലിയ കാരുണ്യത്തിനായി നന്ദി, നന്ദി, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഉപവാസത്തിലേക്ക് മടങ്ങി വരിക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ